Good evening, welcome back to a new video. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7th സ്റ്റാൻഡേർഡിൽ ചാപ്റ്റർ 1 ആണ് കേട്ടോ. അപ്പോൾ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നവർക്ക് അതേപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ ഈ ഒരു ടെക്സ്റ്റ് റെഫർ ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ നോക്കുന്നത് ചാപ്റ്റർ 1 ആണ്. ചാപ്റ്ററിൻ്റെ നെയിം മെഡീവൽ ഇന്ത്യ എന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ രണ്ട് പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ പിക്ചർ നമ്മളോട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്തൊക്കെയായിരിക്കും ഈ ഒരു പിക്ചറിൽ കാണുന്നത്? ഫസ്റ്റ് പിക്ചറിൽ എന്താണ്? റെഡ് ഫോർട്ടാണ് കേട്ടോ. ഫസ്റ്റ് പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റുന്നത് റെഡ് ഫോർട്ടാണ്. അതേപോലെ സെക്കൻഡ് പിക്ചറിൽ കാണുന്നത് എന്താണ്? ഹംപിയാണ്. അപ്പോൾ റെഡ് ഫോർട്ട് എവിടെയാണ്? ഡൽഹിയിലാണ്. അവിടെയാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ നാഷണൽ ഫ്ലാഗൊക്കെ ഹോസ്റ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതേപോലെ ഹംപി എന്ന് പറയുന്ന വിജയനഗരേൻ്റെ ക്യാപിറ്റലാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഫസ്റ്റ് ഈ ഒരു പേജിൽ പറയുന്നത്. അപ്പോൾ രണ്ട് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പിക്ചർ എന്താണ്? റെഡ് ഫോർട്ടും സെക്കൻഡ് വണ്ണ് ഹംപിയാണ് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകാം. മുഗൾ റൂളാണ് കേട്ടോ. മുഗൾ റൂള്. ഓക്കെ, മുഗൾ റൂൾ എസ്റ്റാബ്ലിഷ് ചെയ്തത് ബാബറാണ്. ഏത് ഇയറിലാണ്? 1526 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാബർ എസ്റ്റാബ്ലിഷ് ചെയ്തു മുഗൾ റൂള് 1526 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. 1857 വരെ എന്ത് ചെയ്തു? ഇന്ത്യയിൽ ഈ ഒരു മുഗൾ റൂള് തുടർന്നു പോയി. ഈ മുഗൾ റൂളിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഡൽഹിയാണ് കേട്ടോ. ഡൽഹി ആയിരുന്നു അവരുടെ ക്യാപിറ്റൽ. ഓക്കെ, അതേപോലെ ഈ ഒരു മുഗൾ പീരീഡിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളേഴ്സ് ഉണ്ട്. അതായിരിക്കാം നോക്കാം. അവരുടെ ഓരോ ഇയേഴ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏത് കാലഘട്ടം മുതൽ ഏത് കാലഘട്ടം വരെയാണെന്നുള്ള ഇയേഴ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വണ്ണ് ബാബറാണ് അല്ലേ. ബാബർ 1526 തൊട്ട് 1530 വരെയാണ് കാലഘട്ടത്തിലായിരുന്നു ബാബർ ഉണ്ടായിരുന്നത്. സെക്കൻഡ് നമ്മുടെ മുഗൾ റൂളറാണ് ഹുമയൂണ്. ഹുമയൂണിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1530 മുതൽ 1540 വരെ. അതേപോലെ 1555 മുതൽ 1556 വരെ ആയിരുന്നു. നെക്സ്റ്റ് അക്ബർ ആയിരുന്നു. അക്ബർ 1556 മുതൽ 1605 വരെ ആയിരുന്നു. അത് കഴിഞ്ഞ് വരുന്നത് ജഹാംഗീർ ആയിരുന്നു. 1605 മുതൽ 1627 വരെ ആയിരുന്നു പീരീഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഷാജഹാനാണ്. 1628 മുതൽ 1658 വരെ ആയിരുന്നു. ലാസ്റ്റ് ഔറംഗസേബാണ്. അത് 1658 മുതൽ 1707 വരെ ആയിരുന്നു കാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ആൾക്കാരാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മുഗൾ റൂളേഴ്സ് എന്ന് പറയുന്നത്. ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന പേജ് നമ്പർ 9 അക്ബറിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അക്ബറിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ഒരു ഗ്രേറ്റ് എംപറർ ആയിരുന്നു അക്ബർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഭരണം എന്ന് പറയുന്നത് ഭയങ്കര എല്ലാവർക്കും ഒരു ഇക്വാലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു. ഇപ്പോൾ ഹൈ ലോ കാസ്റ്റ് അങ്ങനെ, അതേപോലെ ഇപ്പോൾ ഫെമിലിയർ അൺഫെമിലിയർ അങ്ങനെയുള്ള യാതൊരു ഡിസ്പാരിറ്റീസ് ആരോടും കാണിച്ചിരുന്നില്ല. ഇപ്പോൾ എല്ലാ റിലീജിയനിലുള്ളവരെ ഈക്വലി ആയിരുന്നു ട്രീറ്റ് ചെയ്തിരുന്നത്. സ്ട്രോങ് വീക്ക് അങ്ങനെയൊന്നുമില്ല. എല്ലാവരോടും എന്തൊരു മേഴ്സി ആയിട്ടും ഭയങ്കര കൈൻഡ് ആയിട്ടൊക്കെ ആയിരുന്നു പെരുമാറിയിരുന്നത്. എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ചൊക്കെ ഇരുന്ന ഒരു എംപറർ ആയിരുന്നു അക്ബർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നമ്മളോട് ഈ ഒരു പോർഷൻ വായിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ മുഗൾ റൂളർ അക്ബർ ഫ്രം ദ എബവ്? അപ്പോൾ ഈ മേലത്തെ ഒരു ഡിസ്ക്രിപ്ഷൻ വായിച്ചിട്ട് ഇതിൽ നിന്ന് എന്താണ് നമുക്ക് അക്ബറിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഒരു പോയിന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അക്ബർ വാസ് എ പവർഫുൾ റൂളർ. അതാണ് ഒരു പോയിന്റ് കൊടുത്തേക്കുന്നത്. ഞാൻ 2-3 പോയിന്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അക്ബർ വാസ് ലൗഡ് ആൻഡ് റെസ്പെക്റ്റഡ് ബൈ ഹിസ് പീപ്പിൾ. അദ്ദേഹത്തിൻ്റെ ജനങ്ങളെ സ്നേഹിക്കുകയും ഒരുപാട് ബഹുമാനിക്കുകയൊക്കെ ചെയ്തിരുന്നു. നെക്സ്റ്റ് പോയിന്റ്, അക്ബർ ട്രീറ്റഡ് ഓൾ പീപ്പിൾ ഈക്വലി വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ. എല്ലാ ആളുകളെയും ഈക്വലി ആണ് ട്രീറ്റ് ചെയ്തത്. അവരുടെ ജാതിയുടെയോ മതത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ഒന്നിൻ്റെ പേരിലും ഒരു ഡിസ്ക്രിമിനേഷനും ആളുകളോട് കാണിച്ചിരുന്നില്ല.
നെക്സ്റ്റ് പോയിന്റ്, അക്ബർ വാസ് ജസ്റ്റ് ആൻഡ് ഫെയർ ഇൻ ഹിസ് അഡ്മിനിസ്ട്രേഷൻ. അദ്ദേഹത്തിൻ്റെ ഭരണകാര്യത്തിൽ അദ്ദേഹം ഭയങ്കര നീതിയും സത്യസന്ധതയൊക്കെ പുലർത്തിയിരുന്ന ഒരാളാണ്. ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി കൂടുതൽ പോയിന്റ്സ് നിങ്ങൾ ആഡ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് നമുക്കൊരു പിക്ചർ കാണാൻ വേണ്ടി പറ്റും. പേജ് നമ്പർ 10 ആണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് നോക്കാം. In 1575, Akbar built Ibadkhana in his new capital, Fatehpur Sikri. അപ്പോൾ അക്ബർ എന്ത് ചെയ്തു? ഫത്തേപൂർ സിക്രി എന്നുള്ള അദ്ദേഹത്തിൻ്റെ പുതിയ തലസ്ഥാനമാണ്. അവിടെ 1575 അക്ബർ എന്ത് ചെയ്തു? ഇബാദ്ഖാന ബിൽഡ് ചെയ്തു, പണി കഴിയിപ്പിച്ചു. എവിടെയാണ്? ഫത്തേപൂർ സിക്രിയിലാണ് ഈ ഇബാദ്ഖാന പണി കഴിയിപ്പിച്ചത്. എന്തിനായിരിക്കും അത്? Scholars and dignitaries of various religions used to gather here. This discussion speak volumes about Akbar's policies of religious tolerance. അപ്പം ഇവിടെ എന്താ, വിവിധ മതത്തിലുള്ളവരും അതേപോലെ പണ്ഡിതന്മാരും പ്രമുഖരായിട്ടുള്ളവരൊക്കെ അവിടെ വരുമായിരുന്നു. അവരൊക്കെ എന്താ, ഈ അക്ബറിൻ്റെ റിലീജിയസ് ടോളറൻസിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യും, അവിടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുമായിരുന്നു. അതേപോലെ അക്ബർ ക്രിയേറ്റ് ചെയ്തതായിരുന്നു ദിൻ ഇലാഹി എന്ന് പറയുന്നത്. അക്ബർ ക്രിയേറ്റഡ് ദിൻ ഇലാഹി. അത് കമ്പൈൻ ചെയ്യുന്നത് ഗുഡ് ആസ്പെക്ട്സ് ഓഫ് ഓൾ റിലീജിയൻ, എല്ലാ മതത്തിലെയും നല്ല കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള കോർത്തിണക്കി ഒന്നാണ് എന്ത്, എല്ലാത്തിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഈ ദിൽ ഇലാഹി എന്ന് പറയുന്നത്. അതേപോലെ സെക്കൻഡ് വണ്ണാണ് പീസ് ടു ഓൾ, എല്ലാവർക്കും സമാധാനം, ഓർ സുൽ ഇ കുൽ എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വണ്ണ്, അപ്പോൾ ഇതെല്ലാം അക്ബർ ഫോം ചെയ്തത് എന്തിനാന്ന് വെച്ചാൽ ആളുകളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, എല്ലാവരുടെയും ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ അക്ബർ ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത്, അക്ബർ ദിൻ ഇലാഹി എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു. എല്ലാ മതത്തിലെയും നല്ല കാര്യങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ളതാണ് ദിൻ ഇലാഹി എന്ന് പറയുന്നത്. അതേപോലെ പീസ് ടു ഓൾ, സുൽ ഇ കുൽ എന്നാണ് അതിൻ്റെ കാതൽ. അതേപോലെ എല്ലാ ഐഡിയാസും അക്ബർ ഫോം ചെയ്തിട്ടുള്ളത് എന്തിനാണ്? ആളുകളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഇബാദ്ഖാന പണി കഴിയിപ്പിച്ചത് 1575 അതേപോലെ അതെവിടെയാണ് പണി കഴിയിപ്പിച്ചത്? ഫത്തേപൂർ സിക്രി, അതായത് പുതിയ ക്യാപിറ്റൽ ആയിട്ടുള്ള ഫത്തേപൂർ സിക്രിയിലാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോവാം. പേജ് നമ്പർ 11 ആണ്. അബോളിഷൻ ഓഫ് ദ റിലീജിയസ് ടാക്സ് കോൾഡ് ജാസിയ. അപ്പോൾ ഈ ടാക്സ്, റിലീജിയസ് ടാക്സ് അദ്ദേഹം എന്ത് ചെയ്തു? ഒഴിവാക്കി. അതിന് നമ്മളൊരു പേര് പറയും, അതാണ് ജാസിയ എന്ന് പറയുന്നത് കേട്ടോ. ജാസിയ 1 വേർഡൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ജാസിയ? അബോളിഷൻ ഓഫ് ദ റിലീജിയസ് ടാക്സസ് കോൾഡ് ജാസിയ. അതേപോലെ വേറെ കുറച്ച് പോയിന്റ്സും കൂടി അവിടെ പറയുന്നുണ്ട്. പീപ്പിൾ ഫ്രം ഓൾ സെക്സ് വർ ട്രീറ്റഡ് ഈക്വലി. എല്ലാ സെക്ടറിലുള്ള ആളുകളെ ഈക്വലിയാണ് ട്രീറ്റ് ചെയ്തിരുന്നത്. അതേപോലെ ഈ ഒരു അക്ബറിൻ്റെ കോർട്ടിലെ കുറച്ച് പ്രധാനപ്പെട്ട രാജാക്കന്മാർ ആരൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ഒന്നാമത്തെ ആൾ രാജതോടന്മാരാണ്, രാജതോടന്മാർ. അതേപോലെ രാജ മൻസിംഗ്, അതേപോലെ രാജ ഭഗവൻ ദാസ്, ബീർബൽ. ഇതൊക്കെ എന്താ, അക്ബറിൻ്റെ സദസ്സിൽ കുറച്ച് പ്രമുഖ സ്ഥാനം വഹിച്ചിരുന്ന കുറച്ച് ആളുകളാണ് കേട്ടോ. രാജതോടന്മാർ, രാജ മൻസിംഗ്, രാജ ഭഗവൻ ദാസ്, ബീർബൽ. ഇനി നെക്സ്റ്റ് മുഗൾ ആർമീനെ കുറിച്ചാണ് പറയാനുള്ളത്. മുഗൾ ആർമി, മൻസംദാരി വാസ് ദ മിലിറ്ററി സിസ്റ്റം ഇംപ്ലിമെൻറ്റഡ് ബൈ ദ അക്ബർ. അക്ബർ ഇംപ്ലിമെൻറ്റ് ചെയ്ത ആ ഒരു മിലിറ്ററി സിസ്റ്റത്തിന് നമ്മൾ പറയുന്ന പേരാണ് മൻസംദാരി എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ദ സിസ്റ്റം ഈച്ച് ഓഫീസർ ഹാഡ് എ റെജിമെൻറ്റ് അണ്ടർ ഹിം. അപ്പോൾ ഒരു വലിയൊരു രാജ്യം കൺട്രോൾ ചെയ്യുന്നതിനും അത് നോക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് അക്ബർ എന്ത് ചെയ്തത്? ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ ഓരോ ഓഫീസേഴ്സിനും ഓരോ സൈന്യം ഉണ്ടായിരിക്കും. മൻസബ് എന്ന് പറയുന്നത് ഓരോ തലവനും എത്ര കുതിര പടയാളികളെ നോക്കണം എന്നുള്ള പദവീനാണ് നമ്മൾ മൻസബ് എന്ന് പറയാം. കാൽവറി പറഞ്ഞാൽ കുതിര പടയാളികളാണ് കേട്ടോ. കൂടുതൽ മൻസബ് ഉള്ള കുതിര പടയാളികൾ ഉള്ളവരെന്താണ്, ഉയർന്ന പൊസിഷനിലുള്ളവരായിരിക്കും. കൂടുതൽ കാവലറി ഉള്ളവരെന്താ, ഹൈ പൊസിഷനിലുള്ളവരാണ്. അതേപോലെ മൻസംദാരി അവരുടെ പദവി നോക്കി അതിനനുസരിച്ച് എന്താ, ഭൂമി
ഇപ്പോൾ ഹയർ പൊസിഷനിലുള്ളവർക്ക് എന്താ അതിനനുസരിച്ച് കൂടുതൽ ഭൂമി നൽകിയിരുന്നു. ഇപ്പോൾ ലോയിൽ നിൽക്കുന്ന ലോ പൊസിഷനിലുള്ള ആൾക്കാണെങ്കിൽ എന്താ കുറച്ച് ഭൂമി മാത്രമേ കൊടുത്തിരുന്നുള്ളൂ. അപ്പോൾ ഓരോ ഭൂമിയിൽ നിന്ന് ഇവരെന്താണ് ടാക്സ് കളക്ട് ചെയ്തിട്ട് ആ ടാക്സ് വെച്ച് എന്താ ഇവരുടെ സൈന്യത്തെ ഇവർ നോക്കണമായിരുന്നു. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് മുഗൾ അഡ്മിനിസ്ട്രേഷനാണ്. മുഗൾ കിങ്ഡത്തിനെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വണ് സുബ എന്ന് പറയുന്നതാണ്, സുബ. സെക്കൻഡ് വൺ സർക്കാർ, അതേപോലെ തേർഡ് വൺ പർഗാന, ലാസ്റ്റ് വൺ ഗ്രാമ. ഇങ്ങനെയാണ് നമ്മൾ മുഗൾ കിങ്ഡത്തിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഈ ഒരു മുഗൾ കിങ്ഡത്തിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത് ആരാ? രാജാവാണ് അല്ലേ, കിങ് ആണ്. അപ്പോൾ ഡ്യൂറിങ് ദ മുഗൾ പീരീഡ് ദർ വർ നോ സെപ്പറേറ്റ് കോർട്സ് ഫോർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസസ് ടുഡേ. ഇപ്പോൾ നമുക്ക് ഇന്ന് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് എന്താ കോർട്ടിനെ സമീപിക്കാമല്ലേ. പക്ഷെ അന്നത്തെ കാലത്ത് ഈ ഒരു മുഗൾ പീരീഡിൽ സെപ്പറേറ്റ് കോർട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരികയാണെങ്കിൽ ലോക്കൽ റിലീജിയസ് സ്കോളേഴ്സ് ഉണ്ടാവും. ഇവർക്ക് എന്തെങ്കിലും പ്രോബ്ലം വരികയാണെങ്കിൽ ആ നാട്ടിൽ തന്നെ എന്താ കുറച്ച് മതപണ്ഡിതന്മാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ അടുത്ത് പോയി അവരോട് എന്താ ഈ പ്രോബ്ലംസ് ഒക്കെ പറഞ്ഞ് അവരെന്തെങ്കിലും എന്താ ഒരു ഡിസിഷൻ എടുക്കും. അങ്ങനെ അവരാണ് അത് സോൾവ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. അവർ പറയുന്ന ആ ഒരു ഡിസിഷനിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല, ഡിസ്സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമുക്ക് എന്താ രാജാവിൻ്റെ അടുത്ത് നേരിട്ട് പോയി നമ്മുടെ പ്രോബ്ലം നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഈ മിനിസ്റ്റേഴ്സും ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സും ഒക്കെ ഉണ്ട് ഈ ഒരു കിങ്ങിൻ്റെ അടുത്ത്. എന്തിനാ? കിങ്ങിനെ ഭരണ കാര്യങ്ങളിലൊക്കെ ഓരോ അഡ്വൈസ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ മിനിസ്റ്റേഴ്സും ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ അപ്പോയിൻറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ആണ്. സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസിൽ നമ്മൾ പഠിക്കേണ്ട കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. എ ഫ്യൂഡൽ സോഷ്യൽ സിസ്റ്റം എക്സിസ്റ്റഡ്. ഒരു ഫ്യൂഡൽ സോഷ്യൽ സിസ്റ്റം ആയിരുന്നു അവിടെ എക്സിസ്റ്റ് ചെയ്തിരുന്നത്. സെക്കൻഡ് പോയിന്റ്, സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് സ്ട്രാറ്റാസ്. തേർഡ് വണ്, കോമൺ മാൻ വാസ് അറ്റ് ദ ബോട്ടം ഓഫ് സൊസൈറ്റി വിത്ത് ദ കിങ് അറ്റ് ദ ടോപ്പ്. കോമൺ മാൻ എന്ന് പറയുന്നത് ഒരു സൊസൈറ്റീൻ്റെ ബോട്ടത്തിലും അതേപോലെ കിങ് എന്ന് പറയുന്ന ഏറ്റവും ടോപ്പിലുമായിരുന്നു ഉണ്ടായിരുന്നത്. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദ പീപ്പിൾ ഡിപ്പെൻഡ് ഓൺ വേജസ് ആൻഡ് ഇൻകം. നെക്സ്റ്റ് പോയിന്റ്, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ വേർ ഫാർമേഴ്സ്. അപ്പോൾ കൂടുതൽ ആളുകൾ എന്താ അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തായിരുന്നു ജീവിച്ചിരുന്നത്. സോ ഫാർമേഴ്സ് ആയിരുന്നു. കാസ്റ്റ് സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് ഇവിടെ പഠിക്കേണ്ടത് കേട്ടോ. ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല. ഫസ്റ്റ് പോയിന്റ്, ഫ്യൂഡൽ സോഷ്യൽ സിസ്റ്റം എക്സിസ്റ്റഡ്. സെക്കൻഡ് പോയിന്റ്, സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് സ്ട്രാറ്റാസ്. തേർഡ് വൺ, ദ കോമൺ മാൻ അറ്റ് ദ ബോട്ടം ഓഫ് സൊസൈറ്റി വിത്ത് ദ കിങ് അറ്റ് ദ ടോപ്പ്. Fourth point, standard of living of the people depended on wages and income. Fifth point, most of the people were farmers. Sixth point, caste system existed among them. Or caste system existed എന്ന് ആയാലും മതി കേട്ടോ. നെക്സ്റ്റ്, അഗ്രികൾച്ചർ അച്ചീവ്മെൻറ്റ് വേർ ദ ബേസിസ് ഫോർ ദിസ് എക്കണോമിക് പ്രോഗ്രസ്. അപ്പോൾ എക്കണോമിക് പ്രോഗ്രസിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറും അതിൽ നിന്ന് കിട്ടുന്ന ഓരോ അച്ചീവ്മെൻറ്റ്സുമാണ്. അവരെന്തൊക്കെയായിരുന്നു കൃഷി ചെയ്തിരുന്നത്? റൈസ്, വീറ്റ്, ബാർലി, ഷുഗർ കെയിൻ, കോട്ടൺ, ഓയിൽ സീഡ്സ്, ഇതൊക്കെയായിരുന്നു അവരുടെ ഒരു മേജർ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഫാർമേഴ്സ് വാസ് നോട്ട് എവിക്റ്റഡ് ഫ്രം ദ ലാൻഡ് as long as he paid ടാക്സ്. അപ്പോൾ ടാക്സ് കൊടുത്തില്ലെങ്കിലും എന്താ ഫാർമേഴ്സിന് അവരുടെ ലാൻഡിൽ നിന്ന് പുറത്താക്കൊന്നുമില്ലായിരുന്നു. അതേപോലെ യൂസ് ഓഫ് ടെക്നോളജി ആൻഡ് ന്യൂ ടൂൾസ് എൻറിച്ച്ഡ് ദ അഗ്രികൾച്ചർ സെക്ടർ. അപ്പോൾ ഒരുപാട് പുതിയ പുതിയ ടൂൾസും ടെക്നോളജിയൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്താ അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി കൂടും അല്ലേ. അപ്പോൾ അതെന്താ അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യും. അതേപോലെ പേർഷ്യൻ വീൽ, കനാൽസ് വർ വൈഡ്ലി യൂസ്ഡ് ഫോർ ഇറിഗേഷൻ. വാട്ടർ കിട്ടാൻ വേണ്ടി എന്താ അവർ പേർഷ്യൻ വീലും കനാൽസൊക്കെ യൂസ് ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ നമുക്കൊരു പിക്ചർ കാണാം അല്ലേ, അതാണ് പേർഷ്യൻ വീലിൻ്റെ ഒരു പിക്ചറാണ് കേട്ടോ. വെള്ളം നമുക്കിങ്ങനെ നമ്മുടെ കൃഷിയിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന ഒരിതാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു, ഇതൊക്കെ ന്യൂ ടെക്നോളജിയൊക്കെ യൂസ് ചെയ്ത് എന്താ അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി ട്രേഡൊക്കെ ഇൻക്രീസ് ചെയ്തു. അങ്ങനെ എന്ത് ചെയ്തു, മെയിൻ എക്സ്പോർട്ട് ചെയ്തിരുന്ന ഐറ്റംസ് ആണ് ടെക്സ്റ്റൈൽസ്, മൂസ്ലിൻ, ഷുഗർ, റൈസ് ഒക്കെ. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് മുഗൾ സിറ്റീസും അത്
ഉള്ള പ്രസൻറ്റ് കൺട്രീസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വണ് ധാക്കയാണ്, അത് ബംഗ്ലാദേശിലാണ് ഉള്ളത് കേട്ടോ. ഇപ്പോൾ പ്രസൻറ്റ് കൺട്രി ബംഗ്ലാദേശാണ്. രണ്ടാമത്തെ മുർഷിദാബാദാണ്, അത് ഇന്ത്യയിലാണ്. ലാഹോർ പാകിസ്ഥാനിലാണ്. സൂറത്ത് ഇന്ത്യയിലാണ്. ആഗ്ര ഇന്ത്യയിലാണ്. ഓക്കെ, ഇതാണ് മുഗൾ സിറ്റീസും അത് സിറ്റുവേറ്റ് ചെയ്യുന്ന പ്രസൻറ്റ് കൺട്രീസ് എന്നും പറയുന്നത്. നെക്സ്റ്റ് ഇനി കൾച്ചറൽ ഇൻ്റഗ്രേഷൻ എന്താണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് കൾച്ചറൽ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ. നമുക്കറിയാമല്ലേ, നമ്മൾ ഡിഫറെൻറ്റ് കൾച്ചേഴ്സൊക്കെ എന്ത് ചെയ്യുകയാണ്, നമ്മൾ ഫോളോ ചെയ്യാതെ അക്സെപ്റ്റ് ചെയ്യാം. അതിനാണ് നമ്മൾ എന്ത് പറയുക, കൾച്ചറൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുക അല്ലേ. ഇവിടെ നമുക്ക് ഈ ഒരു പിക്ചറിൽ കാണാൻ വേണ്ടി പറ്റൂലേ, ഒരു ഇതാണ്, അതെന്താ, ഒരു ഫ്രണ്ട് കവറാണ്, മഹാഭാരതത്തിൻ്റെ ഒരു ഫ്രണ്ട് കവറാണ്. പേർഷ്യനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്, മുഗൾ പീരീഡിൽ പേർഷ്യനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതിൻ്റെ ഒരു പിക്ചറാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. അത് ട്രാൻസ്ലേറ്റ് ചെയ്തത് ദാര സുക്കോയാണ്. അത് ആരാണ്, ഷാജഹാൻ്റെ സണ്ണാണ് കേട്ടോ. അപ്പോൾ മുഗൾസ് ബ്ലെൻഡിങ് വിത്ത് ഇന്ത്യൻ കൾച്ചർ, മുഗൾസ് എന്താ ഇന്ത്യൻ കൾച്ചറുമായിട്ട് ബ്ലെൻഡ് ചെയ്യുന്ന അതിനെയാണ് നമ്മൾ എന്ത് പറയാം, കൾച്ചറൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയും. അപ്പോൾ ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് എന്താ, നമ്മുടെ കൾച്ചറുമായിട്ട് ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, കൾച്ചറൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയാം. ഓക്കെ, അതിന് എക്സാമ്പിൾസ് ആണ്. ഇപ്പോൾ താജ്മഹൽ, ആഗ്ര ഫോർട്ട്, റെഡ് ഫോർട്ട് ഒക്കെ എക്സാമ്പിൾസ് ആണ്. ഫ്യൂഷൻ ഓഫ് ഇന്ത്യൻ ആർക്കിടെക്ചർ സ്റ്റൈല്, പേർഷ്യൻ സ്റ്റൈൽ. അപ്പോൾ പേർഷ്യൻ സ്റ്റൈലും ഇന്ത്യൻ ആർക്കിടെക്ചർ സ്റ്റൈലിലൊക്കെയാണ് ഇതൊക്കെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. അതേപോലെ ഹിന്ദുസ്ഥാനി മ്യൂസിക്, ഇതൊക്കെ എന്താ കൾച്ചറൽ ഇൻ്റഗ്രേഷൻ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വിജയനഗര റൂളിനെ കുറിച്ചാണ്. സൗത്ത് ഇന്ത്യയിലാണ് ഈ ഒരു ഭരണം നടന്നിരുന്നത്. ഈ വിജയനഗരനെ സിറ്റി ഓഫ് വിക്ടറി എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ ഒരു സിറ്റി എന്ത് ചെയ്തു, നശിപ്പിക്കപ്പെട്ടു. 1565 ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടു. അതേപോലെ റീനെയിം ചെയ്തു, ഹംപിന്ന് ഇതെന്ത് ചെയ്തു, റീനെയിം ചെയ്യുകയും ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കിങ്സ് ഓഫ് വിജയനഗരയാണ് കേട്ടോ. വിജയനഗരയിലെ കിങ്സ് ആരൊക്കെയായിരുന്നു എന്നാണ്. സംഗമ ഡൈനസ്റ്റിയിൽ ഹരിഹരയും ബുക്കയുമായിരുന്നു പ്രധാന കിങ്സ് എന്ന് പറയുന്നത്. സലുവ ഡൈനസ്റ്റിയിൽ നരസിംഹ സലുവയാണ്. അതേപോലെ തുളുവ ഡൈനസ്റ്റിയിൽ വീര നരസിംഹവും കൃഷ്ണദേവരാജയുമാണ്. അരവിന്ദു ഡൈനാസ്റ്റിയിൽ തിരുമല, അതേപോലെ വെങ്കിത ഒന്നാമനാണ് കേട്ടോ. അപ്പോൾ വിജയനഗര ഫൗണ്ട് ചെയ്തത് 1336 ആരാ ഫൗണ്ട് ചെയ്തത്, ബ്രദേഴ്സ് ആയിട്ടുള്ള ഹരിഹരയും ബുക്കയും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു വിജയനഗര ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. കൃഷ്ണദേവരാജയാണ് 1509 മുതൽ 1529 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അദ്ദേഹം എന്താ ഈ ഒരു വിജയനഗര കിങ്ഡത്തിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു റൂളറായിരുന്നു കൃഷ്ണദേവരാജ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ഒരുപാട് എക്സ്പാൻഷൻ ഈ ഒരു എംപയറിനുണ്ടായി, എക്സ്പാൻഷനും ഡെവലപ്മെൻ്റ് ഒക്കെ ഉണ്ടായി. ഒരുപാട് കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ എന്ത് ചെയ്തു ഈ ഒരു പീരീഡിൽ നടന്നു. അതേപോലെ ഒരുപാട് പുതിയ പുതിയ ഫോർട്ടുകൾ, പാലസുകൾ, ടെമ്പിൾസ് ഒക്കെ എന്ത് ചെയ്തു പണി കഴിയിപ്പിച്ച്. അതേപോലെ റിലീജിയസ് ടോളറൻസ്, എല്ലാവരെയും ഈക്വലായി കണ്ട് എല്ലാവരെയും ഈക്വലി ട്രീറ്റ് ചെയ്യുന്ന അങ്ങനെ ഒരു റിലീജിയസ് ടോളറൻസ് ആണ് മുന്നോട്ട് വെച്ചത്. എല്ലാ റിലീജിയൻസിനെ എന്താ ഈക്വലി ട്രീറ്റ് ചെയ്തു. അതേപോലെ ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചറൽ സ്പിയേഴ്സ്, ഇതിലൊക്കെ എന്താ ഒരുപാട് പ്രോഗ്രസ് ഉണ്ടായി ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ. അതേപോലെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകളാണ് അമുക്തമാലയ്ക്യ, അതേപോലെ ജാമ്പവതി കല്യാണം എന്നുള്ളത് അദ്ദേഹം രചിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കുറച്ച് പ്രധാനപ്പെട്ട കൃതികളാണ് കേട്ടോ. അതേപോലെ അദ്ദേഹത്തിൻ്റെ സ്കോളേഴ്സ് നോണസ് അഷ്ടദിഗജാസ് എന്ന് പറയുന്ന പണ്ഡിതന്മാരാണ് അദ്ദേഹത്തിൻ്റെ സദസ്സ് അലങ്കരിച്ചിട്ടുള്ളത്. അതേപോലെ അദ്ദേഹം പ്രൊമോട്ട് ചെയ്തു തെലുങ്ക്, കന്നഡ, തമിഴ് ലിറ്ററേച്ചറൊക്കെ പ്രൊമോട്ട് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്ന അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എങ്ങനെയായിരുന്നു എന്നാണ്. അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിൽ പറയുന്നത് ഒരു കൺട്രീനെ അവർ ഒന്നും കൂടി ഈസി ആയിട്ടുള്ള ഭരണത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ഇതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഡിഫറെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതിൽ ഒന്നാമത്തെയാണ് മണ്ഡലം എന്ന് പറയുന്നത് കേട്ടോ. മണ്ഡലം, അതേപോലെ നാട്, സ്ഥല, ഗ്രാമ, ഇങ്ങനെ 4ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. മണ്ഡലം, നാട്, സ്ഥല, ഗ്രാമ. അപ്പോൾ ഇവർക്ക് എന്താ ഒരു ക്യാബിനറ്റ് ഉണ്ടാവും കിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. കിങ്ങിന് എന്താ ഈ മിനിസ്റ്റേഴ്സിനെ പണിഷ് ചെയ്യാനൊക്കെ ഉള്ള റൈറ്റ് ഉണ്ട്, അവകാശമുണ്ട്. അതേപോലെ കോർട്ടുകളുണ്ട്, ആളുകൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ വരികയാണെങ്കിൽ അവർക്ക് സമീപിക്കാൻ വേണ്ടിയിട്ട് ആളുകളുടെ ജസ്റ്റിസിനൊക്കെ വേണ്ടിയിട്ട് എന്താ കോർട്ടുകളൊക്കെ എക്സിസ്റ്റ് ചെയ്തിരുന്നു.
അതേപോലെ ഇവിടെ നായകാസും അമരനായകാസും ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ തന്നെ ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റത്തിൽ, വിജയനഗരേൻ്റെ അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റത്തിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നു. അപ്പോൾ ഈ മിലിറ്ററി കമാൻഡേഴ്സിനാണ് നമ്മൾ എന്ത് പറയുക, അമരനായകാസ് എന്ന് പറയുന്നത്. മിലിറ്ററി കമാൻഡേഴ്സ് വർ നോൺ ആസ് അമരനായകാസ്. ദ കിങ്സ് അലോട്ടഡ് ലാൻഡ് നോൺ ആസ് അമര ടു ദം. അപ്പോൾ ഈ രാജാക്കന്മാരെന്ത് ഈ അമരനായകന്മാർക്ക് കുറച്ച് ഭൂമി അനുവദിച്ചു കൊടുക്കുക. അതിന് നമ്മൾ അമര എന്നാണ് പറയുക. ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് അമര വാസ് ക്യാരീഡ് ഔട്ട് ബൈ അമരനായക. അപ്പോൾ അമര എന്ന് പറയുന്ന ഒരു ലാൻഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നവർ അമരനായകന്മാരാണ്. അമരനായകാസ് ഹാസ് ദ റൈറ്റ് ടു കളക്ട് ടാക്സസ് ഫ്രം ദിസ് ഏരിയാസ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ടാക്സ് കളക്ട് ചെയ്യാനുള്ള അധികാരം ഈ അമരനായകാസിനുണ്ട്. അവരെന്താ അതിൽ നിന്ന് ഒരു ഫിക്സഡ് എമൗണ്ട് കിങ്ങിന് കൊടുക്കണം. ദേ ഓൾസോ മെയിൻറ്റെയിൻഡ് എ സർട്ടൺ നമ്പർ ഓഫ് ഫുഡ് സോൾജിയേഴ്സ്, അതേപോലെ ഹോഴ്സസ്, എലിഫൻസ്, ഇതിനൊക്കെ അവരെന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. സോൾജിയേഴ്സ് അതേപോലെ ഹോഴ്സ്, എലിഫൻറ്റിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിന് നമ്മൾ പറയുന്ന പേരാണ് അമരനായക സിസ്റ്റം എന്ന് പറയാം കേട്ടോ, അമരനായക സിസ്റ്റം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സോഷ്യോ എക്കണോമിക് കണ്ടീഷനാണ്. വിജയനഗര സൊസൈറ്റി കൺസിസ്റ്റഡ് വേരിയസ് കാസ്റ്റ് ആൻഡ് റിലീജിയൻസ്. ബ്രാഹ്മൺസ് വർ ദ ഡോമിനൻറ്റ് ഗ്രൂപ്പ് ഇൻ ദ സൊസൈറ്റി. അപ്പോൾ ഇവിടെ എന്തോ ഒരുപാട് കാസ്റ്റും റിലീജിയനും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിൽ ഏറ്റവും ടോപ്പായിട്ട് നിന്നിരുന്നത് ബ്രാഹ്മൺസ് ആണ് കേട്ടോ. നെക്സ്റ്റ് പേജിൽ അതേപോലെ ആളുകളുടെ ഒരു മെയിൻ ഒക്കുപ്പേഷൻ എന്ന് പറയുന്നത് എന്താ, അഗ്രികൾച്ചർ തന്നെയായിരുന്നു. സിൽക്ക്, കോട്ടൺ, ക്ലോത്ത്സ് ഒക്കെയാണ് അവർ കോമൺലി യൂസ് ചെയ്തിരുന്നത്. അവരുടെ ഒരു മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഗവൺമെൻറ്റിൻ്റെ എന്ന് പറഞ്ഞാൽ ടാക്സ് തന്നെയായിരുന്നു. ടാക്സ് കൂടാതെ പ്രൊഫഷണൽ ടാക്സ്, അതേപോലെ ബിൽഡിംഗ് ടാക്സ്, ലൈസൻസ് ഫീസ് ഓഫ് വേരിയസ് കൈൻഡ്സ് ആൻഡ് ഫൈൻസ് ഇമ്പോസ്ഡ് ബൈ കോർട്ട്. അപ്പോൾ കോർട്ട് എന്താ ഇങ്ങനെ ഓരോ ഫീസും ടാക്സൊക്കെ വാങ്ങുന്ന വഴി അതും എന്താ ഗവൺമെൻറ്റിന് ഒരു റവന്യൂ ആയിരുന്നു. ഹോഴ്സസ് വേർ ആൻ ഇമ്പോർട്ടൻറ്റ് ഐറ്റം ഓഫ് ട്രേഡ്. ട്രേഡ് ചെയ്യാൻ അവർ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് എന്ത്, ഹോഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോൺ ആസ് കുതിര ചെട്ടീസ്. അതിന് നമ്മൾ കുതിര ചെട്ടീസ് എന്നാണ് പറയുക. പിന്നെ ചൈനീസ് പോയട്രി ഫൗണ്ട് ഇൻ ദ സിറ്റി ഇൻഡിക്കേറ്റ് ട്രേഡ് റിലേഷൻ വിത്ത് ചൈന. ചൈനയുമായിട്ടുള്ളൊരു ട്രേഡ് റിലേഷനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ചൈനീസ് പോയട്രി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കൾച്ചറൽ ലൈഫ് ഓഫ് വിജയനഗരയാണ് നെക്സ്റ്റ് ടോപ്പിക്ക്. ഡ്യൂറിങ് ദ വിജയനഗര പീരീഡ് കൾച്ചറൽ ലൈഫ് ഓൾസോ മെയ്ഡ് ഗ്രേറ്റ് പ്രോഗ്രസ്. അപ്പോൾ ഈ ഒരു പീരീഡിൽ ഒരുപാട് സ്കൂൾസൊക്കെ വേദാസും ശാസ്ത്രമൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഒരുപാട് ഗ്രോത്ത് ഉണ്ടായി. ആർട്ട്, ആർക്കിടെക്ചർ, സ്കൾപ്ചർ, ലിറ്ററേച്ചർ, മ്യൂസിക്, ഇതിലൊക്കെ എന്താ ഒരുപാട് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ലിറ്ററേച്ചറിലും എന്താ ഒരുപാട് പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ numerous Sanskrit works were also translated into many regional languages during this period. അപ്പോൾ സംസ്കൃതമൊക്കെ എന്താ ഒരുപാട് റീജിയണൽ ലാംഗ്വേജിലേക്ക് ഈ ഒരു പീരീഡിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ അത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ കൂടുതൽ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.